ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം വെക്കേഷനൊക്കെ തുടങ്ങിയിട്ട് എല്ലാവരും ട്രിപ്പൊക്കെ പോയോ? ഞങ്ങൾ ഇന്നൊരു ചെറിയ ട്രിപ്പ് പോവുകയാണേ. കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൊച്ചിയിലേക്ക് പോവാനേ. ഇതൊരു റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു ഡേ ഉണ്ടായിരുന്നല്ലോ, അന്നായിരുന്നേ. ഞങ്ങൾ രാവിലെ 6 മണിയൊക്കെ ആയപ്പോഴായിരുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ട്രിവാൻഡ്രത്തെ ലുലു. ഭയങ്കര വലുതാണ്, കുറേ ഏക്കേഴ്സിലായിട്ടാണ് ഇത് ഉള്ളത്. രാവിലെ ആയതുകൊണ്ട് വലിയ ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലേ. കുറച്ച് ഞങ്ങൾ തപ്പിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അധികം തപ്പേണ്ടിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മോക്ക് കാറിൽ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര ബോറടിയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ കാറിൽ കയറി. പിന്നെ കുറേ ഉണ്ടല്ലോ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചി വരെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉച്ചയായപ്പം ശരിക്കും പണി. ഒരു റെസ്റ്റോറൻറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും വിശന്ന് ഊപ്പാടിളകി. പിന്നെ ഞങ്ങൾക്ക് ലുലുവിൽ കയറേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ലുലുവിൽ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഫുള്ള് തിരക്കും. എല്ലാ ഫുഡ് കൗണ്ടേഴ്സിൻ്റെ അവിടെയും നല്ല ക്യൂവും. പിന്നെ ഇരിക്കാൻ സീറ്റൊക്കെ കിട്ടാൻ കുറേ നേരം നിൽക്കേണ്ടി വന്നേ. പിന്നെ ബിരിയാണിയൊക്കെ മേടിച്ച് കഴിച്ചു. പിന്നെ എറണാകുളം എത്തിക്കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്കാണല്ലോ. അപ്പം ശരിക്കും ഞങ്ങൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചി വരെ വന്നിട്ട് ഈ കൊച്ചിയൊക്കെ എത്താറായി. ഈ ബ്ലോക്കൊക്കെ തുടങ്ങിയപ്പോഴേ ശരിക്കും ടയേർഡായത്. അങ്ങനെ കുറേ നേരം ബ്ലോക്കിലൊക്കെ കിടന്ന്. പിന്നെ ഞങ്ങൾക്ക് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം ഞങ്ങളൊരു ഫ്രഷ് ആകാൻ വേണ്ടിയിട്ട് റൂമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി റൂമിലെത്തി. ഒരു സമാധാനമായേ. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഫ്ലോറിഡ എന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു ഹോട്ടലിൻ്റെ പേര്. നല്ലൊരു റൂമൊക്കെ ആയിരുന്നു. പിന്നെ ഇവിടെ അകത്ത് കുറേ ചെടികൾ വെച്ചിട്ടുണ്ട്. എന്ത് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നറിയാലോ. എവിടെ ചെന്നാലും പിന്നെ എനിക്ക് ചെടിയിലോട്ടാണ് നോട്ടം. ഇവിടെ ഒരു പൊടി പോലും ഇല്ല. എല്ലാം നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നു. റൂമിൽ കയറി ഉടനെ ഞാനൊരു കോഫിയൊക്കെ ഇട്ട് കുടിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് രാത്രി 12 മണിക്ക് ആയതുകൊണ്ട് റൂമിൽ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ഒരു 8 മണി വരെയൊക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ക്ഷീണമൊക്കെ മാറ്റി. അങ്ങനെ കുറേ നേരം റെസ്റ്റ് എടുക്കാൻ പറ്റി. അങ്ങനെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് റെഡിയായി നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലേറ്റായിട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പം ഫുഡ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് അകത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. രാത്രി ആയപ്പം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ പതിയെ ഓപ്പണായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഞങ്ങൾ അകത്തുനിന്ന് ബർഗറോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഈ എയർപോർട്ടിൻ്റെ അടുത്ത് രാത്രി നല്ലൊരു വൈബാണ്. എല്ലാവരും ഈ എയർ ഹോസ്റ്റസ് ആയാലും ഇങ്ങനെ ഓരോ ജോലിക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നതും പിന്നെ ടാക്സീസ്, അങ്ങനെ നല്ലൊരു വൈബ് തന്നെയാണ് ഇവിടെ രാത്രിയെ. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഒരു 5 മിനിറ്റ് അത്രയും ട്രാവലേ ഉണ്ടായിരുന്നുള്ളേ. ശരിക്കും ഈ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ പ്രത്യേക ഒരു ഫീലല്ലേ. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു ഈ ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ടൊക്കെ ഡെയിലിയൊക്കെ പോകുന്നവർക്ക് അങ്ങനെ ഒരു വലിയ ഇതൊന്നും കാണത്തില്ല. ഞങ്ങൾ മിക്ക വർഷവും ഇങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാറുണ്ട്. പക്ഷേ എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഞാനും മോളും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ അവിടെ എത്തി ലഗേജൊക്കെ എടുത്തു, കാറൊക്കെ പാർക്ക് ചെയ്തു. പിന്നെ ഡിപ്പാർച്ചറിലേക്ക് പോവുകയാണ്. എനിക്ക് ഈ ഡിപ്പാർച്ചർ അങ്ങനെയൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്ക് സെക്യൂരിറ്റി ചെക്ക് ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്ത് വെളിയിൽ വെക്കണം. അതൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അങ്ങനെ ലഗേജ് ചെക്കിനൊക്കെ കഴിഞ്ഞു ഇമിഗ്രേഷനിലേക്ക് പോവുകയാണ്. ഇമിഗ്രേഷൻ എത്തുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൽ അവരിങ്ങനെ സീൽ ചെയ്ത് തരുമല്ലോ. അതൊരു പ്രത്യേക ഫീൽ തന്നെയല്ലേ. നമ്മുടെ ഇങ്ങനെ പാസ്പോർട്ട് ഇങ്ങനെ നിറയ്ക്കണം, ഓരോ കൺട്രീസിലൊക്കെ പോകണം. അങ്ങനെയൊക്കെ ഒരു നല്ലൊരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ എനിക്കും മോക്കുവാണെങ്കിൽ വീട്ടിൽ ഇരിക്കുമ്പോഴൊന്നും അങ്ങനെ വിശപ്പൊന്നുമില്ല. എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്കും ഭയങ്കര വിശപ്പാണ്. പിന്നെ അവിടെ എത്തിയ ഉടനെ ഫുഡൊക്കെ കഴിച്ചു. അവസാനം കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. അങ്ങനെ ഫ്ലൈറ്റിൻ്റെ സമയമൊക്കെ ആയപ്പോഴും പിന്നെ അവിടുന്ന് അനൗൺസ്മെൻറ്റ് വന്നു, എന്തോ ടെക്നിക്കൽ ഇഷ്യൂ കാരണം ക്ലിയറൻസ് കിട്ടിയില്ല. അപ്പം ഇനി ഒരു 1 അവർ ഡിലേ ആകുമെന്ന്. അപ്പം നന്നായിട്ട് ഞങ്ങൾ അവിടെ ഉറക്കവും വന്നിട്ട് മേല, രാവിലെ മുതലുള്ള ട്രാവലും, അങ്ങനെ കുറേ നേരം അവിടെ കിടന്നുറങ്ങി. പിന്നെ അവിടെ ഒരു ബെഡ് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല ഈ ഫ്ലൈറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നന്നായിട്ട് കിടന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും. കുറേ ആൾക്കാരുണ്ടായിരുന്നു, പക്ഷേ ആ ബെഡൊക്കെ ഫുള്ള് ഫ്രീ ആയിരുന്നു. ഞാനും മോളൊക്കെ അവിടെ കിടന്നു. അങ്ങനെ കുറേ നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ 12 മണിക്ക് എങ്ങാണ്ടായിരുന്നു ഫ്ലൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും ഞങ്ങൾ കയറിയപ്പോൾ ഒരു 2:15 കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. കുറേ നേരം വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ മോൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അവൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു. ആൾക്കാണെങ്കിൽ ഉറക്കവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവൾ ഉറങ്ങി. പിന്നെ ഞാനും കിടന്നേ. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫൊക്കെ കുറേ നേരം അവർ നിന്നു. പക്ഷേ പിന്നെ അവർ മടുത്ത് കഴിഞ്ഞപ്പോൾ പാവം അവരവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവർ നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അവസാനം ക്ലിയറൻസ് ഒക്കെ കിട്ടി. ഫ്ലൈറ്റിൻ്റെ ഇഷ്യൂസൊക്കെ സോൾവ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. അപ്പോഴാണ് ശരിക്കും ഒരു ആശ്വാസമായത്. കാരണം ഞങ്ങൾക്ക് മലേഷ്യയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റ് ഉണ്ടായിരിക്കും.
അവിടെ നിന്ന് കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം ഇത് ഡിലേ ആയി കഴിഞ്ഞാൽ അവിടെ കണക്റ്റഡ് ഫ്ലൈറ്റും ഡിലേ ആവും. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഏകദേശം സ്ഥലമൊക്കെ മനസ്സിലായി കാണും ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്നല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസൊക്കെ പറയാവേ. ഈ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ഇട്ട സമയത്ത് നമ്മുടെ ചെവിയൊക്കെ എനിക്ക് എപ്പോഴും ഇങ്ങനെ ചെവി അപ്പം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലാൻഡിങ്ങിൻ്റെ സമയമായാലും ചെവി ശരിയാവത്തില്ല. എനിക്ക് ആ ഇഷ്യൂ എപ്പോഴും വരാറുണ്ട്. ഞാൻ വെള്ളമൊക്കെ കുടിക്കും, പിന്നെ എന്തെങ്കിലും കഴിക്കും, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് മാറുന്നേ ഇല്ല. എപ്പോഴും ഫ്ലൈറ്റിൽ കയറുമ്പോൾ എനിക്കുള്ള പ്രശ്നമാണ്. പിന്നെ ഇത്തവണ മോക്കും അങ്ങനെ വന്നിട്ട് മോളും കരയുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഞങ്ങൾക്ക് 3 പേർക്ക് ഒരുമിച്ച് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാനും മോളും ഒരുമിച്ചിരുന്നു. ഹസ്ബൻഡ് പിന്നെ ബാക്കിലെ സീറ്റിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഉടനെ തന്നെ ഉറങ്ങി. പിന്നെ ഉറക്കം എണീറ്റപ്പോൾ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇതൊക്കെ ശരിക്കും ഒരു അത്ഭുതമായിട്ട് എനിക്ക് എപ്പോൾ കയറിയാലും തോന്നുന്നത്. ഇതിലേക്കൂടി ഇങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ പറക്കാനൊക്കെ. അപ്പം ഇതൊക്കെ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ കാശൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അതിപ്പോൾ ലോങ് ട്രിപ്പൊന്നും വേണ്ട. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് കൊച്ചി ആയാലും ഒരു ചെറിയ ട്രിപ്പ്, അല്ല ബാംഗ്ലൂർ ആയാലും ഇതൊക്കെ ഒന്ന് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ മലേഷ്യ എത്തിയപ്പം ഞങ്ങളുടെ കണക്റ്റഡ് ഫ്ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം എയർ ഏഷ്യ വേറെ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കണക്ഷൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്.